മുഖ്യമന്ത്രിക്കും മന്ത്രി കെ മുരളീധരനും എതിരെ ആഭ്യന്തരമന്ത്രിയോട് പരാതി പറഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ കുടുംബം. ഇരുവരുടെയും സമീപനവും വാക്കുകളും വേദനിപ്പിച്ചു എന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. ഏറെ പ്രതിഷേധങ്ങൾക്കും വിമർശനത്തിനും ശേഷമാണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ ആഭ്യന്തരമന്ത്രിക്കൊപ്പം ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ എത്തിയത്. നമ്മുടെ ആവശ്യം നമ്മുടെ സർക്കാരിനോട് ചോദിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ സർക്കാരിനോട് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിനെ തെറ്റായിട്ട് ഒരിക്കലും ആരും വ്യാഖ്യാനിക്കരുത്. ഇതിൽ നിന്ന് വരുന്ന ഒരു മോശം പ്രതികരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഒരു ചെറിയൊരു കാര്യമായിരിക്കും പറയുന്നത്, അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം മുഴുവനും ഇങ്ങനെയാണ് എന്നൊരു രീതിയിൽ ചിന്തിച്ചു പോകും. അല്ല, മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളും അങ്ങനെ ആയിരുന്നു. മുരളീധരൻ എന്ന് പറഞ്ഞ മന്ത്രിയും അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് കടലിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മുഖ്യമന്ത്രി ഒരു ഇതിൽ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് കടലിൽ അങ്ങനെയല്ലേ, കടൽ തീരത്ത് പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്നോട് ഫോൺ കോളിലും അദ്ദേഹം സൂചിപ്പിച്ചത്, അതെ, ഫോൺ സംസാരിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കരക്കാർ കടലിലോട്ട് വന്നാലുള്ള അവസ്ഥ അറിയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഹർട്ട് ചെയ്യുന്നു. കാരണം ഞങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ചെയറിന്റെ ഒരു പ്രധാനം അദ്ദേഹം മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യമുണ്ട്. ഗവൺമെന്റ് ആ കാര്യത്തിൽ നമ്മൾ ശക്തമായി തന്നെ നടപടി എടുക്കുകയാണ്. ഇപ്പൊ തന്നെ ലൈഫിൽ പെടുത്തിയ ഒരാൾക്ക് വീട് കിട്ടിയില്ല, മത്സ്യത്തൊഴിലാളി. ഇതാണ് ബഡ്ജറ്റിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം മെയിൻ്റനൻസ്, പിന്നെ SOP തയ്യാറാക്കാം. നമ്മൾ ഈ 2 മാസം അല്ലേ ആയോ. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഫിഷറീസ് മിനിസ്റ്ററും അത് ഫോളോ അപ്പ് ചെയ്യുന്നത് നമ്മളത് ചെയ്യും. കഴിഞ്ഞതായാലും നിങ്ങളെ ബുദ്ധിമുട്ടും വേദനയും ഞങ്ങൾ 100% ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്കുണ്ടായാൽ ആ വേദന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അതുപോലെയാണ് നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് അതിനകത്ത് വിഷമില്ല. അത് അധികാരം കൊണ്ട് പറയുന്നതാണ്. പക്ഷേ നാളെ ഇതാർക്കും ഉണ്ടാവാതിരിക്കാൻ എങ്ങനെയെങ്കിലും തെരച്ചിൽ പൂർത്തിയാക്കി ജീവനോട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് ഞങ്ങൾ ഊർജിതമായി തന്നെ നടത്തും. നാളെ ക്യാബിനറ്റ് ഉണ്ട്, നമ്മൾ ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങളിലൂടെ നിങ്ങളുടെ പറയാം. 2 ആഴ്ചക്കുള്ളിൽ അല്ലേ? ഇതാണ് നേരത്തെ സംസാരിച്ചത്. ഞങ്ങളുടെ വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, ഈ ഇടത് സൈബർ ഇടങ്ങളിലടക്കം ഇങ്ങനെയൊരു മന്ത്രി, ഈ അബ്ദുൽ ഗഫൂർ എന്നൊരു മന്ത്രിയുള്ള കാര്യം ആർക്കെങ്കിലുമൊക്കെ അറിയാമോ എന്ന് പോലും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സംസ്ഥാനത്ത് തീരദേശ മേഖലയുടെ പ്രതിസന്ധി അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രതിപക്ഷമൊക്കെ വലിയ നിലയിൽ ഉയർത്തി കാണിച്ചതാണ്. ഇവിടെ മത്സ്യത്തൊഴിലാളികളെ അടക്കം കാണാതാകുമ്പോൾ ആ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന വിമർശനമായിരുന്നു ഉയർന്നത്. അതിനിടയിലായിരുന്നു ഈ സന്ദർശനം. ആ സന്ദർശനത്തിൽ കുടുംബം കൃത്യമായി പരാതിയും പറയുകയാണല്ലോ വിനോദ്. അഭിലാഷ്, ഫിഷറീസ് മന്ത്രി കുടുംബങ്ങളെ സന്ദർശിക്കുന്നില്ല എന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പരാതി. 11 ദിവസം പിന്നിടുകയാണ്. 3 ഇടങ്ങളിലായാണ് മത്സ്യത്തൊഴിലാളികളെ കാണാതായത്. ഇന്നിപ്പോൾ ജോണിൻ്റെ വീട്ടിലെത്തി. ഫിഷറീസ് മന്ത്രി എത്തുമ്പോൾ ആഭ്യന്തരമന്ത്രി കൂടി ഉണ്ടായിരുന്നു. ഈ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിക്കും മന്ത്രി കെ മുരളീധരനുമെതിരെയുള്ള പരാതി അവിടെ വെച്ച് പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, അതായത് ഈ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ തീരദേശത്തേക്ക് ഞങ്ങൾ വന്നാലുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ എന്ന തരത്തിലാണ്. പക്ഷേ ആ കസേരയുടെ പ്രാധാന്യം മനസ്സിലാക്കണമായിരുന്നു. തങ്ങൾ കൂടി തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമീപനങ്ങൾ മാനസിക പ്രയാസം ഉണ്ടാക്കിയെന്ന കാര്യമാണ് ജോണിൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞത്. ആ സമയത്ത് ആഭ്യന്തരമന്ത്രി അവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു. പരമാവധി തിരച്ചിൽ നടത്തുന്നുണ്ട്, ജീവനോടെ കണ്ടെത്താനുള്ള ശ്രമമാണ്. നാളെ ക്യാബിനറ്റ് ചേരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്നത് പരിശോധിക്കുമെന്ന ഉറപ്പുൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ 3 പേരെ കാണാതായത്, നീണ്ടകരയിലും അതോടൊപ്പം തന്നെ മുതലപ്പുഴയിലും വിഴിഞ്ഞത്തുമായാണ് ഈ 3 പേരെ കാണാതായത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേന, കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ഫിഷറീസിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം, പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി വിവിധ ഏജൻസികളെ ഒരുമിപ്പിച്ചു കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നാവികസേനയുടെ കപ്പലായ INS കൽപ്പേനി നേരത്തെ തിരച്ചിലിനായി നീണ്ടകരയിലെത്തിയിരുന്നു.
ഇപ്പോൾ മുതലപ്പുഴയിലാണ് കപ്പലുള്ളത്. അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിന് അടിയിലെ ജലത്തിനുള്ളിലെ തിരച്ചിൽ കൂടി നടക്കുന്നുണ്ട്. നാവികസേനയുടെ പ്രത്യേക സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്. അത്യാധുനിക പോർട്ടബിൾ സോണാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവരുടെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ആകാശ നിരീക്ഷണം. കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ദിവസേന ഇപ്പോൾ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പറക്കുന്നുണ്ട്. എന്തെങ്കിലും ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ഇവരെ കാണാതായതുമായി ബന്ധപ്പെട്ട് അവരെ ജീവനോടെ തിരിച്ച് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തിരച്ചിൽ മേഖല വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജോണിനെ കാണാതായത് വിഴിഞ്ഞത്ത് നിന്നാണ്. ഇപ്പോൾ കന്യാകുമാരി വരെയുള്ള മേഖലയിലേക്ക് ഈ തിരച്ചിൽ വ്യാപിപ്പിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരം പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ കൂടി തിരച്ചിലിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 മത്സ്യത്തൊഴിലാളികളെയാണ് ഇപ്പോൾ തിരച്ചിലിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രി നൽകുന്ന ഉറപ്പും അങ്ങനെ തന്നെയാണ്. പരമാവധി ഇവരെ ജീവനോടെ കണ്ടെത്തുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന കാര്യമാണ് പറയുന്നത്. 11 ദിവസം പിന്നിടുകയാണ് അഭിലാഷ്. യെസ്, സൂചിപ്പിക്കുന്ന പോലെ 11 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിരാശാജനകമാകുന്നത്. ആ കുടുംബം പറയുന്നത് പോലെ ഒരു പക്ഷേ ഇനി ഈ കാണാതായവരെ കണ്ടെത്തുക എന്നത് സാധ്യമാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. പക്ഷേ അധികൃതർ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് വലിയ വിമർശനമായി കാണേണ്ടത്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആ കുടുംബത്തിലേക്ക് കൃത്യമായി സർക്കാർ പ്രതിനിധികൾ എത്തുവാനോ തയ്യാറായില്ല. അങ്ങനെ എത്തിയാൽ പോലും അത് അവർക്ക് വലിയൊരു ആശ്വാസമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബങ്ങളുടെ പരാതി ഗൗരവത്തോടു കൂടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കേൾക്കേണ്ടതായും വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.